പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. വീണ്ടും നമ്മുടെ സലിം കുമാറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിടാൻ പോകുന്നത്. ഒത്തിരി വിവാദങ്ങളാണ് സലിം കുമാറിൻ്റെ സംസ്കാര ചടങ്ങുകളിലൊക്കെ നടന്നതിനെ പറ്റി യൂട്യൂബുകാരൊക്കെ ഇടുന്നു. സലിം കുമാറിൻ്റെ മകന് വളരെ അഹങ്കാരത്തോടുകൂടി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു കാര്യം സത്യമാണ്, സത്യമെന്നല്ല നടക്കേണ്ട കാര്യം, സെലിബ്രിറ്റികളുടെയൊക്കെ മരണത്തിൽ ചാനലുകാരെ അവിടെ പ്രവേശിപ്പിക്കരുത്. ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ, ഒരു ചാനൽ, ഏതെങ്കിലും ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ട് അത് പിന്നീട് എല്ലാവർക്കും കൊടുക്കുക. ഇവരെല്ലാവരും കൂടി ഈ മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് വന്ന് ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ചോദ്യം, അത് വരുന്നവരുടെ എല്ലാം വായിലോട്ട് ഇത് വെച്ച്, എന്നുവെച്ചാൽ ഈ നമ്മുടെ എന്നാ പറഞ്ഞു, ഇവരെ കാണാൻ വരുന്നതും ചിലരൊക്കെ അവരുടെയൊക്കെ ഒരു ഇവിടെ എന്താ പറയുക, മാധ്യമപ്രവർത്തകരെ കാണും. അപ്പോൾ അവരെയൊക്കെ നിലനിൽക്കുന്നത് എന്താ പറഞ്ഞാൽ റിനി ആൻ ജോർജോ അവരെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ ചാനലുകാരെ ഇവരെയൊക്കെ കാണാനായിട്ടും അവരെ കാണാനായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അത് വളരെ അരോചകത്വമായി. ഏതായാലും സലിം കുമാറിൻ്റെ മകനും വി.ഡി. സതീശനും, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു ഷാൾ അണിയിക്കാൻ ചേർന്നു അനവസരത്തിൽ. ഈ കോൺഗ്രസ്സുകാരന് ഒരു സാധാരണക്കാരനായിരിക്കും, പക്ഷേ അവനും ഔചിത്യം വേണ്ടേ? ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് വേണ്ടേ? ആ പുള്ളിക്കാരനും തട്ടി മാറ്റി ഏതായാലും ഒരു സന്ദേശം കൊടുത്തു. അങ്ങനെ ഏറ്റവും നല്ല ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. സെലിബ്രിറ്റികളുടെ വീട്ടിൽ ഈ ചാനലുകാർ ഇടിച്ച് കയറുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ എടുത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം, ഇപ്പം നിയമസഭാ ചർച്ചകൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനൊക്കെ പോകും നിയമസഭയിലുള്ള, പക്ഷെ നമ്മളെല്ലാം കാണുന്നില്ലേ? അതുപോലെ ആകാവൂ. അതുപോലെ ആണെങ്കിൽ എല്ലാവർക്കും വളരെ സൗകര്യമായിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ കാണുകയും ചെയ്യാം. അരോചകത്വമൊന്നും ഇല്ലാതിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.